ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗുണ്ടുമണി സ്നാക്കാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, 1 പിടി മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, 1 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. തൈര് ഈ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ആ രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ മാവ് റെഡിയാക്കി എടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, പെട്ടെന്ന് തന്നെ അധികമായി പോവും. കണ്ട ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഇവിടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ കോരിയിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിതിലേക്ക് റവയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അധികം എണ്ണ ഒന്നും കുടിക്കൂല. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പി ആണെങ്കിൽ അകത്ത് നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്